ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ബൂം. അപ്പോൾ ഗൈസ്, ഞാൻ ഓർത്തു ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന്. അങ്ങനെ വൈകുന്നേരത്തെ ഒരു 4 മണി തൊട്ടിട്ടല്ല, ഒരു 6:30 തൊട്ടിട്ടുള്ള വ്ലോഗ്. 6:30 സോ 6:30 തൊട്ടിട്ട് ഇന്നത്തെ രാത്രി വരെയുള്ള ഒരു വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കറക്റ്റായിട്ട് എടുക്കും ഗൈസ്, എൻ്റെ തീരുമാനമാണത്. അപ്പോൾ അമ്മയൊന്നും ഇവിടെ ഇല്ല. അമ്മയും വിഷ്ണുവേട്ടനും പൊന്നും കൂടെ പുറത്ത് പോയേക്കാണ്. അമ്മയുടെ കയ്യിൻ്റെ മുട്ടിനൊരു വേദന, അപ്പോൾ അത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയേക്കാണ്. കാവ്യലക്ഷ്മി ഇവിടെ ഇല്ല, പുത്തഞ്ചിറയിലാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോയേക്കാണ് ഗൈസ്. ഞാനും കിടുവും അമ്പിടും മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ ചിഹ്നമൊക്കെ ഉണ്ട്, നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ശേഷം കിടു ഗോതയിൽ എന്ന് പറഞ്ഞല്ലോ. കിടു ഇതാ ഉറക്കം കഴിഞ്ഞ് വന്ന് ഇരിപ്പുണ്ട്. ഞാൻ കിടുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗൈസ്. കിടു റോമാൻ ഡയന കാണാനിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അമ്പുടു ആണെങ്കിൽ ഇവിടെ ഇല്ല. അമ്പുടുവിനെ എനിക്ക് ഇന്നലത്തെ വീഡിയോസ് കുറച്ച് എഡിറ്റ് ചെയ്യാനതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അമ്പുടു അപ്പുറത്തേക്ക് പോയി. സോ ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. അവൻ അവിടുന്ന് അമ്മയുടെ അടുത്ത് പോകാറുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ ഞാൻ അപ്പത്തിനും കിടു ഉണർന്നു കഴിയുമ്പോൾ കിടുവിനെ കുറച്ച് നേരം എടുത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരാമല്ലോ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. ഇന്നലെയാണ് ഞാൻ TV സ്റ്റാൻഡിൻ്റെ ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, വെള്ളം ഇന്നലത്തേക്കാളും ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ട, അവിടെ വരെ ഉണ്ടായിരുന്നു വെള്ളം ഇന്നലെ. പക്ഷെ ഇന്നത്തേക്ക് കുറച്ച് കുറവുണ്ട്. കണ്ട, ടോബിയുടെ കൂട്ടുന്ന ഇന്നലെയൊക്കെ ഇതിലും കൂടുതലായിരുന്നു ടോബിയുടെ കൂട്. പക്ഷെ ഇന്ന് നല്ല കുറവുണ്ട്. ഇന്ന് രാത്രി ഇനി നല്ല മഴയൊന്നും പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. കാറ്റൊക്കെ നല്ലതായിട്ട് വീശുന്നുണ്ട്. മഴ പെയ്യോ എന്തോ അറിയത്തില്ല. കാറ്റിൻ്റെ ആ ഒരു വീശലൊക്കെ കാണുമ്പോൾ രാത്രിക്കുള്ള മഴക്കോളുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പുറത്തെ ചെടിയെല്ലാം എടുത്ത് വെച്ചേക്കണേണ് കണ്ടോ. അപ്പോൾ അതാ അവിടെ അക്കവനെ പിടിച്ച് നിർത്തുവാണ്. അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര വഴക്കായിരുന്നു. വഴക്കല്ല, അവിടുന്ന് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അമ്മ എടുത്ത് പോകാമെന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളം എത്രത്തോളം ഇറങ്ങിയെന്നുള്ളത്. കാര്യം ഇവിടെ മൂടിക്കിടക്കുമായിരുന്നു ഇന്നലെ മാത്രമല്ല, ഇന്ന് ഉച്ച വരെ ഇവിടെ മൂടിക്കിടക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് വെള്ളക്കുറവ് വരുന്നുണ്ട്. അങ്ങ് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് മുറ്റത്തുനിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. അത്രയും ആശ്വാസം. കണ്ടെത്തി മാത്രമാണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ല. മുറ്റത്തുനിന്ന് ഇറങ്ങിയാൽ അത്രയും സന്തോഷം, സമാധാനം. കാരണം മുറ്റത്തുനിന്ന് ഇറങ്ങിയാൽ വലിയ ടെൻഷനില്ല. ഇത് ഇവിടെ കയറി നിൽക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ, ഇങ്ങോട്ട് കയറുമോ എന്നുള്ളൊരു ടെൻഷനുള്ളത്. ഞങ്ങൾ അച്ഛൻ വരുന്നത്, അച്ഛനെ കൊണ്ടുവരാൻ വരാൻ വേണ്ടി ഞാനും വിഷ്ണുവിനും കൂടെ അച്ഛനെ കൊണ്ടുവരാൻ പോയത്. ഇവിടെ ഒരാളുണ്ട് ചാടി ഇറങ്ങുന്നപ്പോ. ഒരു ആമയുണ്ട്, നമ്മൾ കണ്ടില്ല ഉച്ചയ്ക്ക് ആമ. ആശാന് തുണിയില്ല, അതാ പൊക്കി പിടിച്ചേക്കുന്നത്. അടിക്കും കേട്ടോ. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കില് അച്ഛനെ കൊണ്ടുവന്ന് പിന്നെ ഇറക്കാൻ സമ്മതിക്കുന്നില്ല. ഇവര് ഓ അടിയെന്നാ പറഞ്ഞാ വടി എടുക്കാൻ അവനത് ഊന്നാൻ വേണ്ടിട്ടാണ്. വന്നെടുക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ. പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ലവ്ലാപ്പിൻ്റെ നാച്ചുറൽ ആയുർവേദിക് ടമ്മി റോളോൺ ആണ്. അതായത് ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ബേബീസൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പാല് കുടിക്കുമ്പോൾ ചിലപ്പോൾ ദഹനക്കേട് വരില്ല, ഗ്യാസ്, അതല്ലെങ്കിൽ അവർക്ക് വയറിന് വേദന, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ വരുമല്ലേ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു റിലീഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്, ആയുർവേദിക് ടമ്മി റോളോൺ റിലീഫ് ഫ്രം കോളിക്. അതുപോലെ തന്നെ നമുക്ക് ദഹനക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു റിലീഫ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ, കുട്ടികൾക്ക് ഗ്യാസൊക്കെ തട്ടിക്കൊടുക്കാതിരിക്കുക, തട്ടിക്കൊടുത്ത് ഗ്യാസൊക്കെ പോകാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവർക്ക് വയറുവേദനയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ആയുർവേദിക് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജീരകവും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, കായം, ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതും. അത് മാത്രമല്ല, ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കേണ്ടതല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ടെൻഷനും വേണ്ട കേട്ടോ. നമ്മൾ അവരുടെ വൈറലായിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് അത് കാണിക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, നോൺ ടോക്സിക് ആണ്, പാരബൻ ഫ്രീ ആണ്, ബേബി സേഫ് ആണ്, നോട്ട് ടെസ്റ്റഡ് ഓൺ ആനിമൽസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ടെൻഷനോ കാര്യങ്ങളിലൊന്നും ആവശ്യമില്ല. നമുക്ക് എപ്പോഴും കുട്ടിക്ക് അങ്ങനെ ഗ്യാസ് കയറി വയറുവേദന കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ. എൻ്റെ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ഒന്നുകൂടെ കുഞ്ഞിലെ അവന് നല്ല രീതിയിൽ ഗ്യാസ് കയറുമ്പോൾ പാല് കുടിക്കുമ്പോൾ ഒത്തിരി തട്ടിക്കഴിയുമ്പോൾ ഗ്യാസ് പോയതുകൊണ്ട് ഞാൻ ഓർക്കും പോയി കാണുമായിരിക്കും എന്നൊക്കെ കരുതി കിടത്തുന്നവരും ഉണ്ട്, ഞാനും കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വയറുവേദനയും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ദഹനക്കേട് ദഹിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആണെങ്കിലും നമുക്കിത് സുഖമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാവുന്നേ കേട്ടോ. കാര്യം അതിൽ നമ്മുടെ കുട്ടികൾക്ക് റിലീഫ് കിട്ടുകയാണ്, അവർ സുഖമായിട്ട് ഉറങ്ങാൻ സുഖമായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നില്ല, നല്ല കാര്യമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് ഇതിൽ. എന്നിട്ട് ഇതിങ്ങനെ തുറന്നു കൊടുത്തതിന് ശേഷം ഇതുണ്ടോ, നീ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങും കണ്ട, നമ്മളിതിങ്ങനെ കുലുക്കി കൊടുക്കുക, എന്നിട്ട് നമ്മളിത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ ഈ വയറിൻ്റെ ഇവിടെ ആയിട്ട് ഇതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് വേണ്ട നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അത് മാത്രമല്ല ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഇവരുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതുകൂടാതെ lovelyup.com ഇവരുടെ എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. സുജി കൃഷ്ണ ഇവിടെ മുട്ട വറക്കാൻ പോവാണ്. മുട്ട വറക്കാനല്ല പോകുന്നത്, മുട്ട ഓംപ്ലേറ്റ് അടിക്കാനാണ് പോകുന്നത്. രണ്ടും കണക്ക് തന്നെ. വലിയ ഓംപ്ലേറ്റ് ആണ് അടിക്കാൻ പോകുന്നത്. ഒറ്റയടിക്ക് അടിക്കണ്ട, എനിക്കിഷ്ടമല്ല അത്. ബുളുബുളുന്നിരിക്കും. നമ്മൾ വാങ്ങിയതേ ഉള്ളൂ 5-6 ഗ്ലാസ്. അടുത്ത് പൊട്ടിച്ചു ഒറ്റയടിക്ക് വറക്കുക വെച്ചിട്ട് കുട്ടികൾക്ക് സെപ്പറേറ്റ് വറക്കണം. എനിക്ക് വലിയ 3-4 ഓർഡർ വറക്കാം. എന്നാൽ വെട്ടത്തിൽ നിന്ന് മാറി കിട്ടില്ല, വീഡിയോ ക്ലാരിറ്റി വെച്ചിട്ട്. ഏതാണെന്നറിയോ, അല്ലാതെ വറുത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം എനിക്ക് അങ്ങനെ ഒത്തിരി മുതു വേണം. കൃഷ്ണൻ എല്ലാം ഓരോരോ സ്പെഷ്യലായിട്ട് കിട്ടണമായിരുന്നു. ഭയങ്കര എനിക്ക് ഒന്നും ഇടല്ലോ, ഉപ്പിട്ട് മാത്രം വറുത്തായിരുന്നു. അയ്യോ കൃഷ്ണൻ, ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഉപ്പിട്ടിട്ട് വെറുതെ ചിക്കൻ, എനിക്കിത് ഇഷ്ടമല്ല കഴിക്കുന്നത്, എനിക്കിത് ഇഷ്ടമല്ല. ഇതൊക്കെ സമ്മതിച്ചില്ല. ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്ത് രണ്ടാമത്തെ ഒരു ദിവസമല്ലേ ഞാൻ എനിക്ക് ഉണ്ടാക്കിയെന്ന് കൃഷ്ണേട്ടൻ തിന്നെടുത്തിട്ട് അവ കഴിച്ചപ്പോ തന്നെ കൃഷ്ണേട്ടൻ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ കൃഷ്ണേട്ടൻ ഇതിട്ടത് ഉള്ളിട്ടത് കൃഷ്ണേട്ടൻ വേണ്ട. അതുകൊണ്ട് എപ്പോഴും എനിക്ക് സാധാ പോലെ മതി കൃഷ്ണേട്ടൻ പറയുന്നത്. അതുവരെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോ ഇതിന് ഇഷ്ടപ്പെടാത്ത ആളായിരുന്നേ. അതിപ്പോ കൃഷ്ണേട്ടന് അതാണ് ഇഷ്ടം. അയ്യോ ഇവിടെ ചിക്കൻ ആണോ വേണ്ട ഓംപ്ലേറ്റ് ആണോ വേണ്ടേ? എന്തായാലും മതി, ഓംപ്ലേറ്റ് എടുത്തു. അമ്മുണ്ണി എന്ത് വരുന്നേ? ചിന്തി ആനക്കാരത്ത് ജെട്ടിയൊന്നും അതെ, ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ടുണ്ട്, അത് കട്ട് ചെയ്യണേ. ഹായ്, എന്താ അമ്പിടു? അമ്പുടൂനും കിടൂനൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മുടി ഒന്ന് കെട്ടിപ്പിടിച്ച് വെക്കുമായിരുന്നു കേട്ടോ. കാര്യം അവൻ്റെ മുടി കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ മുടിയെല്ലാം കൂടെ കണ്ണി വീഴും. അപ്പോൾ അത് കാരണം അവൻ്റെ മുടി ഞാൻ കെട്ടി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ അവനോട് ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അവന് ഇരിക്കത്തില്ല. അവൻ എന്തെങ്കിലും സംസാരിച്ച് അവൻ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവൻ ഇരിക്കുക, അതല്ലെങ്കിൽ അവൻ ഓടും. അപ്പോൾ അത് കാരണം അവനോട് ഞാൻ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനിതിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. കേസ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മുടിയൊക്കെ കെട്ടി വെക്കാൻ. പിന്നെ ഇവനെ മുടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുടി വെട്ടാത്തത് കേട്ടോ, ഒന്നാമത്തെ കാര്യം. ഗൈസ് ഇപ്പം നിങ്ങളിനി കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടുവിൻ്റെയും അമ്പുടൂൻ്റെയും കിടു എന്തൊക്കെയോ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുള്ള കിടുവിൻ്റെ ആക്ടിങ് കണ്ടിട്ട് കാണാൻ പോകുന്നത്.
ഗൈസ് അപ്പോൾ ഇനി കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടു വിഷ്ണുവിൻ്റെ മുടിയെല്ലാം ഇങ്ങനെ ഒരു പേപ്പർ എടുത്തത് ആ കയ്യിരിക്കുന്ന പേപ്പർ കൊണ്ട് മുടി തല മുട്ട അടിച്ചു കൊടുത്തു, താടി വടിച്ചു കൊടുത്തു, മീശ വടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ തലയും മുടിയൊക്കെ വെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഇരുന്നിട്ട് അവൻ്റെ മുടിയെല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീശ വെടിക്കട്ടെ ചോദിച്ചപ്പോൾ അവന് മീശ വെടിക്കണ്ട, അവന് താടി വടിച്ചാൽ മതി, മീശ ബുൾഗാൻ പോലെ എടുത്ത് വൃത്തിയാക്കി തന്നാൽ മതി എന്നാണ് വിഷ്ണുവിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിഷ്ണുട്ടൻ അവൻ പറഞ്ഞു കൊടുക്കുകയാണ് താടി ഇങ്ങനെ നോക്കണം, മീശ അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിനാണെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെയൊക്കെ അവനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കണം അവരറിയില്ല, എപ്പോഴാണ് വിഷ്ണുവിനെ അറിയണത്. എന്താ ചോദിച്ചിട്ട് വിഷ്ണുവിനെ തന്നെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വിഷ്ണുവിനെ ചിരിക്കണം കേട്ടോ. അപ്പോൾ അവർ മാമനും മോനും കൂടെ കളിച്ചുകൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ രാവിലെ ആദ്യം നീച്ചാൽ ഉടനെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിയോ അല്ലെങ്കിൽ വെള്ളം കയറിയോ, എന്താണ് മുറ്റത്തെ അല്ലെങ്കിൽ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് അല്ലെങ്കിൽ മുറ്റത്തോട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നതാണ് കേട്ടോ രാവിലെ എണീറ്റുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളം ഇറങ്ങുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ കൊണ്ട് ഞാൻ വൈകുന്നേരത്തും ഞാൻ പന്നി ഇറങ്ങി തുടങ്ങിയെങ്കിലും ഇന്നലെ നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഇത്രയും വെള്ളം ഇറങ്ങി നമ്മുടെ നിലം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ നിലം കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിലമൊക്കെ കണ്ടു തുടങ്ങിയത് നമ്മുടെ ടോബിയുടെ കൂട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വെള്ളം ഇറങ്ങി. ടോബിയുടെ കൂട്ടിലേക്ക് വെള്ളം കയറാൻ പരുവത്തിന് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ ഇറങ്ങി. പാടത്ത് വെള്ളമുണ്ട്, പക്ഷെ നമ്മുടെ മുറ്റത്ത് കുറച്ച് ഭാഗത്ത് വെള്ളമുണ്ട്, പക്ഷേ ബാക്കി ഭാഗത്തേക്കൊന്നും അങ്ങനെ വെള്ളം വന്നിട്ടില്ല. ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കാർ ഷെഡിൽ. പിന്നെ രാവിലെ ആണെങ്കിൽ ഞാനും ഇഷ്ടമുള്ള കൂടെ അമ്പുടൂനെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കാറുകൊണ്ടാണ് വന്നത്. വെള്ളം ഒത്തിരി ഉണ്ടെങ്കിലും കാറുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായത്. ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്നുള്ളവർ ഇത്ര രാവിലെ ഇറങ്ങി വരുന്നത്. അവരവിടുന്ന് രാത്രി 12 മണിക്ക് ഇറങ്ങിയതാകുമ്പോൾ രാവിലെ അവിടേക്ക് എത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരത് തോണി തുഴഞ്ഞു വരുന്നതേ വരുന്നു. ഹായ് ഗായ്സ്. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ നമ്മുടെ വീട്ടിലെത്തുന്നത്. സാധാരണ അവർ രാത്രിയായിട്ടാണ് എത്താറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് അവർ അങ്ങനെ എത്തുന്നത്. വരട്ടെ, ദേ വരുന്നു. ഇഞ്ചി മിഠായി പെറുക്കി വരുന്നുണ്ട് ഗൈസ്. അവർ എന്താ പറയുക, കിടുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെ വന്നിട്ട് കണ്ണമ്മൻ്റെ ബർത്ത്ഡേ നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, സദ്യയൊക്കെ മേടിക്കുന്ന അമ്പലത്തിൽ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലാതെ നമ്മൾ ആഘോഷമാക്കുന്നില്ലെന്ന്. കാര്യം വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും അങ്ങനെ വരാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മളത് 8-ാം തീയതിക്ക് എൻ്റെ നക്ഷത്ര ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുകയാണ്. അപ്പോൾ അവർ ഇന്ന് വന്ന് കിടുവിനെയും കൂട്ടി ഇന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനും പറഞ്ഞിട്ട് നാളെ പോവാമെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് തന്നെ പോകുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ് താട്ടം പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്ത് ഇറങ്ങണം, അത് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇപ്പം സമയം 6 മണി 6:15 ഞാൻ 6:15 എണീറ്റിട്ട് ഒത്തിരിയായി. ഞാൻ 6:15 എണീക്കാറുള്ള സമയത്ത് നല്ല ഉറങ്ങുന്ന ടൈം. ആരും എണീറ്റിട്ടില്ല. എന്തെങ്കിലും അനങ്ങി നടക്കുങ്ങളേ. നിങ്ങൾ 5 മണിക്ക് വന്ന് ഇറങ്ങിയത്, അത് 1 മണിക്കൂറായി അവിടുന്ന് നീന്താൻ തുടങ്ങിയിട്ട്. ഇവരുടെ ഭാഗ്യമാണ് ഇന്ന് വരാറിരുന്നപ്പോഴത്തേനും വെള്ളം നല്ല രീതിക്ക് ഇറങ്ങി. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് ഇത്ര വെള്ളം കണ്ടപ്പോ തന്നെ ഇങ്ങനെ. അപ്പൊ 2 ദിവസം മുന്നേ ആയിരുന്നെങ്കിലോ. അടുക്കള വശത്താണെങ്കിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, നമ്മുടെ സ്റ്റെപ്പിന്റെ മുകളിലൊക്കെ വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നെല്ലാം താഴത്തോട്ട് വെള്ളം ഇറങ്ങി. ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ വെള്ളം. അപ്പോൾ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ കുഴപ്പമില്ല, മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അത്രയും പെട്ടെന്നൊന്നും അങ്ങനെ ഇടിച്ച് കയറി വരത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒന്നും പറയാനൊന്നും പറ്റത്തില്ല, ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും നല്ല രീതിക്ക് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ലെന്ന് തന്നെ പറയാൻ കഴിയും.